Hi all, welcome to I Plus Training Solutions. നമുക്കിന്ന് സയന്റിഫിക് ഓഫീസറിലെ PYQസിലെ പാർട്ട് 2 നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പെർസ്പെക്റ്റീവ് ഗ്രിഡ് മെത്തേഡ് ഓഫ് ക്രൈം സീൻ സെർച്ചിങ് ഈസ് ബെസ്റ്റ് യൂട്ടിലൈസ്ഡ് ഫോർ. അപ്പൊ ക്രൈം സീൻ സെർച്ചിങ്ങിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ ക്രൈം സീൻ ഉണ്ടാവുക ഇൻഡോർ ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിരിക്കും, അല്ലെങ്കിൽ വല്ല ഫോറസ്റ്റ് ഏരിയാസിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റാത്ത വാട്ടർ ഏരിയാസ്, അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഓഷൻസ്, റിവേഴ്സ്, അങ്ങനെ പല ടൈപ്പ് സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും ആ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ട് ക്രൈം സീൻ സെർച്ചിങ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈം സീൻ സെർച്ചിങ് പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ലെയിൻസ്, അതുപോലെ തന്നെ ഗ്രിഡ്, സോൺ, സ്പൈറൽ, വീൽ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെർച്ചിങ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ ഗ്രിഡ് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ലൈൻസ് ഉണ്ടാവും, കോമ്പിനേഷൻ ഓഫ് ടു ലൈൻസ് ആണ്. റൈറ്റ് ആംഗിൾസ് പോലെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യും. മുകളിലോട്ട് പോകും, താഴോട്ട് വരും, മുകളിലോട്ട് പോകും, താഴോട്ട് വരും, അങ്ങനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രിഡ് മെത്തേഡ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇൻഡോർ സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ഥലം ഉള്ളിടത്തൊക്കെയാണ് കൂടുതലും പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ കാരണം നമുക്ക് നേരെ നടക്കാനും പറ്റണം, അങ്ങനെ അത്യാവശ്യം നല്ല ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കുറെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പൈറൽ സെർച്ച് ഒക്കെ. സ്പൈറൽ സെർച്ച് എന്ന് പറയുമ്പോൾ സ്പൈറൽ ആയിട്ടായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുക. അതും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡോർ തന്നെയാണ്. പിന്നെ കുറേ സോൺ മെത്തേഡ് ഉണ്ട്, ഓരോ സോൺസ് ആയിട്ട് തിരിച്ചിട്ട് ഉള്ള മെത്തേഡ്സ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈം സീൻ സെർച്ചിങ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഈ ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഏത് പ്ലേസിലാണ് അല്ലെങ്കിൽ ഏത് കേസിലാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നേക്കുന്നത് ഏതാ? ട്രാഫിക് ആക്സിഡന്റ് കേസ്. സെക്കൻഡ് ഓപ്ഷൻ ഇൻഡോർ സീൻ. തേർഡ് ഓപ്ഷൻ ഡെൻസ് ഫോറസ്റ്റ്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ സെക്കൻഡ് ഇൻഡോർ സീൻ എന്ത് ചെയ്യുക, കണ്ണടിച്ച് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം. ഇനി ബാക്കി രണ്ടെണ്ണത്തിൽ ഏത് വരും? നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഡെൻസ് ഫോറസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അത്ര പോസിബിൾ അല്ല. പിന്നെ എവിടെയാ പോസിബിൾ ആയിട്ടുള്ളത്? ട്രാഫിക് ആക്സിഡന്റ് കേസസിലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും നോക്കാം നമുക്ക്. ആൻസർ ഈസ് 1 and 2 എന്ന് പറഞ്ഞാൽ ട്രാഫിക് ആക്സിഡന്റ് കേസസിലും ഇൻഡോർ സീനിലും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. ക്രൈം സീൻ സെർച്ചിങ് എന്താണെന്ന് പഠിക്കണം, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് പഠിക്കണം. ഓരോ സെർച്ചിങ് മെത്തേഡും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് സ്ഥലങ്ങളിലാണ്, ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ എന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലക്ഷദ്വീപ് ഈസ് അണ്ടർ ജുറിസ്ഡിക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് CFSL. അപ്പൊ ഫസ്റ്റ് CFSL എന്താ നോക്കാം. CFSL എന്താ നമുക്കറിയാലോ, സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറീസ്. ഇന്ത്യയിൽ മൊത്തം എത്ര സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറീസ് ഉണ്ട്? 7 സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറീസ് ആണുള്ളത്. എവിടേക്കാ? ഹൈദരാബാദ്, കൊൽക്കത്ത, ചണ്ഡിഗഡ്, ന്യൂഡൽഹി, ഗുവാഹത്തി, ഭോപ്പാൽ, പൂനെ. ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റും എന്താണ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ഈ ഒരു CFSL ന്ന് ഒന്നല്ലെങ്കിൽ ഡേറ്റ്സ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഡേറ്റ് തന്നിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ലക്ഷദ്വീപ് ഏത് ജുറിസ്ഡിക്ഷനിൽ വരും, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ലക്ഷദ്വീപ് ഏത് ജുറിസ്ഡിക്ഷനിലാണ് വന്നേന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? CFSL കൊൽക്കത്ത. സെക്കൻഡ് ഓപ്ഷൻ CFSL ഹൈദരാബാദ്. തേർഡ് ഓപ്ഷൻ CFSL പൂനെ. ലാസ്റ്റ് ഓപ്ഷൻ CFSL ഭോപ്പാൽ. ഏതായിരിക്കും ആൻസർ വരാ? യെസ്, CFSL ഹൈദരാബാദ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെൻഡിങ് വൈബ്രേഷൻസ് ആർ ഒബ്സർവ്ഡ് ഇൻ IR spectroscopy? Which causes two atoms move either above or below with respect to plane of central atom? സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് IR സ്പെക്ട്രോസ്കോപ്പി നോക്കാം. എന്താ IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ കെമിക്കൽ അനാലിസിസ് ടെക്നിക് അല്ലെ. അപ്പോൾ കെമിക്കൽ അനാലിസിസ് ടെക്നിക് ആണ്. എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇന്ററാക്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് ലൈറ്റ് വിത്ത് മോളിക്യൂൾസ് ടു സ്റ്റഡി വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പൊ ഇൻഫ്രാറെഡ് നമുക്ക് പല ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ക്രൈം സീനിൽ നിന്ന് കിട്ടും. ആ ക്രൈം സീനും ഇൻഫ്രാറെഡ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ പഠിച്ചിട്ട് അതിന് നമുക്ക് അതിന്റെ ഐഡന്റിറ്റി ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതിനെ ഫിംഗർ പ്രിന്റ് ടെക്നിക് എന്നൊക്കെയാ പറയാ. കാരണം ഓരോന്നിന്റെയും ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആൻഡ് യുണീക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ എലമെന്റ്സും ഏതാണ് ഈസിലി കണ്ടുപിടിക്കാനും ഏത് എലമെന്റ് ആണ് അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എലമെന്റ് ആണ് നമുക്ക് കിട്ടിയെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ IR സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറൻസിക് സയൻസിൽ ഇത് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മെത്തേഡില് കുറെ ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു വൈബ്രേഷൻസ് ഒക്കെ നമ്മൾ ഇതിന് പഠിക്കും എന്ന് പറഞ്ഞു.
അപ്പം മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് കാര്യങ്ങളാണ് ഉള്ളത്, സ്ട്രെച്ചിങ്ങും അതുപോലെ തന്നെ ബെൻഡിങ്ങും. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എലമെന്റിന്റെ ബോണ്ട് ലെങ്തിലോ ഒക്കെ ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ സ്ട്രെച്ചിങ് എന്ന് പറയാം. ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ദ ബോണ്ട് ആംഗിൾസ്. ഓർത്തിരിക്കുക, ബോണ്ട് ലെങ്ത് ആണെങ്കിൽ സ്ട്രെച്ചിങ്ങും, ബെൻഡിങ് എന്ന് പറയുമ്പോൾ ബോണ്ട് ആംഗിളിൽ ഉണ്ടാവുന്ന ചേഞ്ചും ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ബെൻഡിങ് വൈബ്രേഷനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് ബെൻഡിങ് മാത്രം ഫോക്കസ് ചെയ്യാം. ബെൻഡിങ്ങിൽ 4 ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് ആണുള്ളത്: സിസറിങ്, റോക്കിങ്, വാഗിങ്, ട്വിസ്റ്റിങ്. അപ്പൊ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ട്, സിസേഴ്സ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ സെൻട്രൽ ആറ്റത്തുനിന്ന് സാധനം മൂവ് ചെയ്യും, അത്രേ ഉള്ളൂ സിസറിങ് എന്ന് പറഞ്ഞാൽ. റോക്കിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റംസും, സെൻട്രൽ ആറ്റത്തിന്റെ രണ്ട് സൈഡിലുള്ള രണ്ട് ആറ്റംസും എന്ത് ചെയ്യും? ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ബാക്കിലേക്കും ഫ്രണ്ടിലേക്ക്, ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക്, അങ്ങനെ ഒരേ ഡയറക്ഷനിൽ ഓസിലേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നതാണ് റോക്കിംഗ് എന്ന് പറയുന്നത്. ഇനി വാഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂവ് ചെയ്യും, ഒന്ന് മുകളിലും ഒന്ന് താഴെ, മുകളിലോട്ട് താഴോട്ട് മുകളിലോട്ട് താഴോട്ട് അങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാഗിംഗ് എന്ന് പറയാം. ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആറ്റം മൂവ്സ് എബവ് ദ പ്ലെയിൻ വൈൽ അതർ മൂവ്സ് ബിലോ ദ പ്ലെയിൻ. ഒന്ന് മുകളിലോട്ടാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? താഴോട്ടായിരിക്കും മൂവ് ചെയ്യുക. ഒന്ന് മുകളിലോട്ടാണെങ്കിൽ മറ്റേത് താഴോട്ടായിരിക്കും മൂവ് ചെയ്യുക. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാഗിംഗ് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ ഏതായിരിക്കും ആൻസർ വരാൻ നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന റോക്കിംഗ് ആണ്, സെക്കൻഡ് ട്വിസ്റ്റിംഗ് ആണ്, പിന്നെ സി സിസറിംഗ് ആണ്, ഡി വാഗിംഗ് ആണ്. ആൻസർ ഏതാ തന്നെ നോക്കിയാലോ? ഇവിടെ ഇപ്പൊ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും വാഗിംഗ് ആണ് ആൻസർ എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IR സ്പെക്ട്രോസ്കോപ്പിയുടെ വർക്കിങ്ങും ഇൻസ്ട്രുമെന്റേഷനും അതുപോലെ തന്നെ ഇതുപോലത്തെ ബെൻഡിങ് വൈബ്രേഷൻസും സ്ട്രെച്ചിങ് വൈബ്രേഷൻസും ഏതൊക്കെയാണെന്നുള്ളതും അതിൽ ഏതാണ് ഇൻ പ്ലെയിൻ ഏതാണ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ അതൊക്കെ നമ്മൾ പഠിക്കണം. എന്നാലാണ് നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വച്ചേക്കുന്നതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ദിസ് ടെക്നിക്സ് ഹെൽപ്സ് ഐഡന്റിഫൈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വിത്ത് മോളിക്യൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓരോ മോളിക്യൂളിലും കുറെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ COOH, OH, ആൽക്കഹോൾ, പിന്നെ ആൽക്കീൻസ്, ആൽഡിഹൈഡ്സ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സിനെ പറ്റിയിട്ടും അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ പർട്ടിക്കുലർ എലമെന്റ്സിനും ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ IR യൂസ് ചെയ്യുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയിൽ സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്. പിന്നെ സ്ട്രെച്ചിങ്ങിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയ കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വര അറ്റോമൈസേഷൻ ആയിരിക്കും, സെക്കൻഡ് വര അയോണൈസേഷൻ ആയിരിക്കും, പിന്നെ അതിന്റെ എന്താണ് മോളിക്യുലർ ബൈ മാസ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്, ലാസ്റ്റ് അയോൺ കറന്റ് മെഷർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സ്റ്റെപ്സും പഠിക്കണം. ഇപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് കാണാണ്ട് അപ്പോൾ ഉള്ള സ്റ്റെപ്പ് മാത്രം പഠിച്ചു പോകരുത്, നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റെപ്പ് പഠിക്കുക. കാരണം ഏത് സ്റ്റെപ്പാണ് നമുക്ക് ഓപ്ഷനിൽ വരാ ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂല. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 4, 2, 1, 3 ആണ്. എനിക്കും സോ ഇതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ നോക്കാം. ഫസ്റ്റ് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനലൈറ്റിനെ ഏത് ടൈപ്പ് ഓഫ് അനലൈറ്റ് ആണെങ്കിലും അതിനെ നമ്മൾ ഗ്യാഷ്യസ് മോളിക്യൂൾസ് ആയിട്ട് മാറ്റും. എന്നിട്ട് ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഗ്യാസ് ആറ്റംസ് ആയിട്ട് മാറ്റും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റോമൈസേഷൻ. എന്ന് വെച്ചാൽ ആറ്റംസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റോമൈസേഷൻ എന്ന് പറയും. സെക്കൻഡ് പ്രോസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അയോണൈസർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അയോണൈസർ ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യും. ഈ അയോണൈസർ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തിട്ട് അയോൺസ് ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും എന്ത് ചെയ്യും? ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ആക്സിലറേറ്റർ ഉണ്ടാവും. ഈ ആക്സിലറേറ്റർ എന്ത് ചെയ്യും? ഈ അയോൺസിന്റെ ഇടയിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇത് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. തമ്മിൽ അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ നടക്കും. അങ്ങനെ ഒരു സ്പീഡ് കൺട്രോൾമെന്റ് ഒക്കെ അവിടെ നടക്കും. അപ്പൊ ആക്സിലറേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ വേർഡിന് നമുക്ക് മനസ്സിലാക്കാം, മൂവ്മെന്റ് ആയിരിക്കും അവിടെ ഒക്കർ ചെയ്യുക. എന്നിട്ട് അവിടെ ഡിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടാവും, റിപ്പൽഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അട്രാക്ഷൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ ലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും, അൺലൈക്ക് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ റിപ്പൽ ചെയ്യുന്ന സംഭവങ്ങൾ ഡിഫ്ലക്ഷൻസ് കോസ് ചെയ്യും. അപ്പൊ ഈ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും? ഡിഫ്ലക്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജും മാസും അനുസരിച്ച് നമുക്ക് ഡിഫ്ലക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവിയർ ആയിട്ടുള്ള സാധനം ആണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യാൻ നല്ല പാടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിറ്റക്ടർ ആണ്. ഡിറ്റക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാസ് ടു ചാർജ് റേഷ്യോ എന്ത് ചെയ്യും?
കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് കറണ്ട് എന്ത് ചെയ്യും, റെക്കോർഡർ റെക്കോർഡ് ചെയ്യും. അപ്പൊ മെയിൻ ആയിട്ട് ഇതിൽ വന്ന കാര്യങ്ങൾ ഒന്ന് അറ്റോമൈസേഷൻ, പിന്നെ അയോണൈസേഷൻ, പിന്നെ ആക്സിലറേഷൻ, പിന്നെ ഡിഫ്ലക്ഷൻ, ഡിറ്റക്ടർ, റെക്കോർഡ്. ഇത്തരം കാര്യങ്ങളാണ് ഇൻസ്ട്രുമെന്റേഷനിൽ മെയിൻ ആയിട്ട് വന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് നോക്കാന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അറ്റോമൈസേഷൻ, അത് കഴിഞ്ഞിട്ട് എന്താണ് അയോൺസ് ആയിട്ട് മാറുക, ഈ അയോൺസ് മൂവ് ചെയ്യുക, ഡിഫ്ലക്ഷൻ ഉണ്ടാവുക, അത് ഡിറ്റക്ട് ചെയ്യുക, ഡിറ്റക്ട് ചെയ്തതിനു ശേഷം റെക്കോർഡ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. അപ്പൊ ഏതായിരിക്കും സ്റ്റെപ്സ് വരിക? നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ, ഗുഡ് സ്റ്റെബിലിറ്റി ആൻഡ് റീപ്രൊഡ്യൂസിബിലിറ്റിയും അതുപോലെ തന്നെ ഷോർട്ട് റെസ്പോൺസ് ടൈമും, ഇത് രണ്ടുമാണ് കറക്റ്റ് ആൻസേഴ്സ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നമുക്ക് ഐഡിയൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് അഡ്വാൻറ്റേജ് ഉള്ള അല്ലെങ്കിൽ ഏതാണ് യൂസ്ഫുൾ ആയ ക്യാരക്ടർ എന്ന് മാത്രം നോക്കിയാൽ മതി, നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡിയൽ ഗ്യാസ് ക്രോമറ്റോഗ്രഫി ഡിറ്റക്ടറിന് വേണ്ട മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നല്ല സെൻസിബിലിറ്റി ആവണം, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിരിക്കണം, ലീനിയർ ആയിട്ടുള്ള റെസ്പോൺസ് തന്നെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ്. ഏത് കോൺസെൻട്രേഷൻ റേഞ്ച് ആയാലും നമുക്ക് ലീനിയർ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടണം, നോൺ ലീനിയർ അല്ല വേണ്ടത്. പിന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കണം. നമുക്ക് ഇപ്പോൾ ക്രൈം സീനിൽ നിന്നൊക്കെ വളരെ സ്മോൾ എമൗണ്ട് ഓഫ് സാമ്പിൾസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ അത് ഡിസ്ട്രക്ട് ചെയ്യാണ്ട് പറ്റുന്ന മെത്തേഡ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നോൺ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കണം. പിന്നെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ടൈം ഉണ്ടായിരിക്കണം, വേഗം നമുക്ക് ആൻസർ കിട്ടുക, സംഭവം കിട്ടണം, റിസൾട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാ വരാ? 1 2 3 2 3 4 1 3 ആൻഡ് 2 4 ഇത്രയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് അറിയാം ആൻസർ ഏതായിരിക്കും വരാ? 1 ഉം 3 ഉം. ഏതാണ് 1 ഉം 3 ഉം? Which of the following are considered as element of execution? നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഒക്കെ നോക്കുന്ന സമയത്ത് കുറെ ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കും. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ലെയിൻ ക്വാളിറ്റി, ലെയിൻ കണ്ടിന്യൂറ്റി, അറേഞ്ച്മെന്റ്, അലൈൻമെന്റ്, ഈ 4 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ 1 2 and 3 only. സെക്കൻഡ് ഓപ്ഷൻ 1 2 and 4 only. തേർഡ് ഓപ്ഷൻ 1 3 and 4 only. ഫോർത്ത് ഓപ്ഷൻ എന്താണ്? 2 3 and 4 only. ഇതിൽ ഏതായിരിക്കും ആൻസർ വരാം? നമുക്ക് നോക്കാം. ആൻസർ വന്നിട്ടുള്ളത് 1 2 and 4 ആണ്. ഏതൊക്കെയാ? ലൈൻ ക്വാളിറ്റിയും ലൈനിന്റെ കണ്ടിന്യൂറ്റിയും അലൈൻമെന്റും ആണ്. അപ്പൊ ക്യാരക്ടേഴ്സ് ഓഫ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ക്യാരക്ടേഴ്സ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ഏതൊക്കെയാണ്? ഇതല്ലാണ്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ലൈൻ ക്വാളിറ്റി, വേർഡ് ആൻഡ് ലെറ്റർ സ്പേസിംഗ്, സൈസ് കൺസിസ്റ്റൻസി, പെൻ ലിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ എത്ര വട്ടം പേന ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അത് തന്നെ സംഭവം. പിന്നെ കണക്ടിങ് സ്ട്രോക്സ്, ലെറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, കർസീവ്, അതുപോലെ തന്നെ പെൻ പ്രഷർ, സ്ലാൻഡ്, ബേസ് ലൈൻ ഹാബിറ്റ്സ്, ഫ്ലോറിഷസ് ആൻഡ് എംബലിഷ്മെന്റ്സ്, ഡയക്ട്രിക് പ്ലേസ്മെന്റ്, ഇതൊക്കെയാണ് ഹാൻഡ് റൈറ്റിംഗിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ ഒന്നും നമ്മൾ അറേഞ്ച്മെന്റ് ഒന്നും കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ അറേഞ്ച്മെന്റ് ഒരിക്കലും ഹാൻഡ് റൈറ്റിംഗിന്റെ ക്യാരക്ടർ ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച്മെന്റ് ഒഴിച്ച് ബാക്കി 3 ഓപ്ഷൻസ് സെലക്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാനൊന്ന് ജസ്റ്റ് എന്താ സംഭവം എന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ മോട്ടോർ അഗ്രാഫിയ ആണ്. മോട്ടോർ അഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡിസോർഡർ തന്നെയാണ്. പക്ഷെ അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലാംഗ്വേജ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അത് വായിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ മോട്ടോർ അഗ്രാഫിയ എന്ന് പറയാം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംനെസിക് അഗ്രാഫിയ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അഗ്നോസിക് അഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കറിയാം എന്താണ് എഴുതേണ്ടത് എന്നൊക്കെ, പക്ഷെ അയാൾക്ക് റിട്ടൺ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇത് മൂന്നും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷെ അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള മീനിങ് ഇതൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ ഉള്ളതാണ് പാരഗ്രാഫിയ, അതാണ് നമ്മുടെ ആൻസർ വരിക. ഇനബിലിറ്റി ടു റൈറ്റ് ദ കറക്റ്റ് വേർഡ്സ്. അപ്പൊ ഓപ്ഷൻ നോക്കാം, ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഡോക്യുമെന്റ് entirely written and signed by the same person is better known as. ഒരു ഡോക്യുമെന്റ് എഴുതിയതും സൈൻ ചെയ്തതും ഒരാളാണെങ്കിൽ നമ്മൾ എന്താണ് ആ ഡോക്യുമെന്റിനെ വിളിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഹോളോഗ്രാഫ്, സെക്കൻഡ് ഓപ്ഷൻ ജെന്വിൻ ഡോക്യുമെന്റ്, തേർഡ് ഓപ്ഷൻ പിൽക്രോ, ഡി ഓപ്ഷൻ റെക്ടോ ഡോക്യുമെന്റ്. ഹോളോഗ്രാഫ് നമുക്ക് അറിയില്ല വിചാരിക്കാം. ജെന്വിൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്യുമെന്റ് ജെന്വിൻ ആയിരിക്കും. ഈ ജെന്വിൻ ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതുന്നതും സൈൻ ചെയ്യുന്നതും ഒരേ ആളാണെന്നുണ്ടാവണോ? ഇല്ല അല്ലെ. ഇപ്പൊ നമുക്ക് വേറെ ഗവൺമെന്റ് നിന്നൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഓഫർ ലെറ്റർ ഒക്കെ വന്നാൽ നമ്മളല്ലാതെ എഴുതുന്നത്, പക്ഷെ സൈൻ ചെയ്യുന്നത് നമ്മളാവാം. അപ്പൊ ജെന്വിൻ ഡോക്യുമെന്റിൽ എഴുതുന്നതും സൈൻ ചെയ്യുന്നതും ഒരേ ആളാവണം എന്നില്ല. ഇനി നമുക്ക് പിൽക്രോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിൽക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ആണ്. മെയിൻ ആയിട്ട് പുതിയ പാരഗ്രാഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് പിൽക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
റെക്ടോ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പേജ് ഓഫ് ദ ഡോക്യുമെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇതിൽ ആൻസർ ഏത് വരും നോക്കാം. ഹോളോഗ്രാഫ് ആണ് ആൻസർ വരിക. ഓക്കെ, ഹോളോഗ്രാഫ് ആണ് ദ ഡോക്യുമെന്റ് വിച്ച് ഈസ് എൻറ്റയർലി റിട്ടൺ ആൻഡ് സൈൻഡ് ബൈ ദ സെയിം പേഴ്സൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ മെറ്റൽ ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കാസ്റ്റിംഗ് ഓഫ് ടൂൾ മാർക്ക് ഇഫ് ഇറ്റ്സ്. ഒരു മെറ്റൽ നമുക്ക് ടൂൾ മാർക്സ് നമുക്കറിയാം അല്ലേ. ടൂൾ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ടൂൾസും കൊണ്ട് ഉണ്ടാവുന്ന മാർക്സ് അല്ലെങ്കിൽ ദ മാർക്ക് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഓൺ എ ഹാർഡ് സർഫസ് എന്നൊക്കെ നമുക്ക് പറയാം. ഹാർഡ് സർഫസിൽ ഉണ്ടാവുന്ന മാർക്സുകളാണ് എന്ത് ടൂൾ മാർക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ടൂൾ മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് വിചാരിക്കും ഹാമർ, സ്ക്രൂ ഡ്രൈവർ, ഇതൊന്നല്ല, നമുക്ക് എന്തും ടൂളായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു ക്രൈം സീൻ ഉണ്ടാവുന്ന അയാളുടെ കയ്യിൽ എന്താണ് കിട്ടുന്നത് അതായിരിക്കും അയാൾ ടൂളായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ആ ടൂൾ കൊണ്ട് ഉണ്ടാവുന്ന മാർക്സ് അത് ചിലപ്പോൾ മെറ്റൽസിലാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് മെറ്റലാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കാസ്റ്റ് ചെയ്യാൻ. നമുക്ക് കാസ്റ്റിംഗ് നമുക്ക് എന്താണെന്ന് അറിയാലോ. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടൂൾ മാർക്കിന്റെ ഫുൾ ആയിട്ട് ആ ഒരു മാർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഏത് മെത്തേഡ് ആയിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഹൈ, സെക്കൻഡ് വൺ മെൽറ്റിംഗ് പോയിന്റ് ഈസ് ലോ, തേർഡ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഹൈ, ലാസ്റ്റ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ലോ. ഏത് ആൻസർ വരാ? സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഹൈ. എന്തുകൊണ്ടായിരിക്കും? കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഹയർ സ്പെസിഫിക് ഗ്രാവിറ്റി ഫോർ എ ലിക്വിഡ് ലൈക്ക് എ സ്ലിപ്പ് ഓർ മോൾട്ടൺ മെറ്റൽ generally leads to better filling of the mold and reduce porosity. porosity എന്ന് പറഞ്ഞാൽ പോഴ്സ് ഉണ്ടാവുന്നതൊക്കെ കുറച്ചിട്ട് നമുക്ക് ആ മോൾഡ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഗ്രാവിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഹയർ ആയിട്ടുള്ള ലിക്വിഡ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹയർ ഡെൻസിറ്റി മെറ്റീരിയൽസ് ഹയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? മെറ്റൽസ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതുപോലത്തെ മെത്തേഡ്സ് ആണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് വൺ. Under which of the following section of Wildlife Protection Act 1972 a wild animal shall be a government property? ഒരു wild animal എന്ന് പറയുന്നത് government property ആണ് വരുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ 23, section 23 subsection 2, then section 13, section 54, section 39 subsection 1. ഇതിൽ ഏതായിരിക്കും വരിക ആൻസർ? ആൻസർ ഈസ് സെക്ഷൻ 39 സബ്സെക്ഷൻ 1 ആണ് എന്ത് വൈൽഡ് ആനിമൽ ഷാൾ ബി കൺസിഡേർഡ് ആസ് എ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര ഉള്ളൂ ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻസ്ട്രുമെന്റേഷനും സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ലോസിന്റെ കേസ് വരാണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർട്ടിക്കുലർ സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. PYQസിലൊക്കെ കൂടുതലും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതൊക്കെയാണ് സെക്ഷൻസിൽ. അതാണ് കുറച്ചുകൂടി ഈസി നമുക്ക് സെക്ഷനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു.